ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ? ഞാൻ അതിന് വേണ്ടി കുറച്ച് A4 സൈസ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള അളവുകളിലാണ് ഞാൻ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഓരോ രീതിയിൽ മടക്കി മടക്കി കൊടുത്തിട്ട് അളവുകൾ ഒട്ടും തെറ്റിപ്പോകാത്ത രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ പേപ്പറും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് വശത്തും രണ്ട് അറ്റങ്ങളും ചേർത്ത് ഒരു കോൺ രീതിയിൽ കുമ്പിൾ കുത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. വീഡിയോയുടെ സൈഡിൽ ഒട്ടിക്കുന്നതിൻ്റെ സൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യമേ 8 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊടുക്കണം. പിന്നെ 9, പിന്നെ 10, അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ ഷോർട്സിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. മറ്റു വീഡിയോസും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒരു പൂവ് നിങ്ങളുണ്ടാക്കി അത് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. മറ്റ് കളറിലും കൂടെ ഉണ്ടാക്കി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ.